പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷൻ ചേലക്കര മണ്ഡലം സംഘാടക സമിതി രൂപീകരിച്ചു. മാർച്ച് 8 ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു. ചേലക്കര വായനശാലയിൽ നടന്ന യോഗം CPIM മണ്ഡലം സെക്രട്ടറി PA ബാബു ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി ഇതെല്ലാം മഹിളകൾ മാത്രമാണ്. CITയിലേക്ക് കുറേ മഹിളകളുണ്ട്. പിന്നെ കർഷക സംഘം, കർഷക തൊഴിലാളി, ഇങ്ങനെ എല്ലാ സംഘടനകളിലുമായി അണിനിരന്നിട്ടുള്ള വനിതകളെ അണിനിരത്തിക്കൊണ്ട് വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നു. അപ്പോൾ മാർച്ച് 8 നമ്മുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കിട്ടിയ ഒരു 8-ാം തീയതിയോടുകൂടി മിക്കവാറും നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തുന്നത് 8 മുമ്പ് നടക്കും. ഇതാണ് സംസ്ഥാന 4-ാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇന്ന് 3 നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, 5-ാം തീയതി സംസ്ഥാന കമ്മിറ്റി, 6-ാം തീയതി പാർട്ടി ജില്ലാ കമ്മിറ്റികൾ, അത് കഴിഞ്ഞ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം രൂപത്തിൽ, പിന്നെ 7-ാം തീയതി മണ്ഡലം കമ്മിറ്റി, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും സംസ്ഥാന കമ്മിറ്റി കൂടി ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ അംഗീകാരം കിട്ടിയാൽ 8-ാം തീയതി അംഗീകാരം കിട്ടിയ 9-ാം തീയതി മിക്കവാറും അല്ലേ? ഇതാണ് പാർട്ടി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തത്. അത്യാവശ്യം ഈ നിലയിൽ നടക്കും. പിന്നെ ഒരു സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏതെങ്കിലും സ്ഥലത്ത് തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസമോ വന്നാൽ മാത്രമേ വീണ്ടും ഒരു യോഗത്തിന്റെ ആവശ്യം. വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി നിർമ്മല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടുള്ള ഈ മഹിളാദിനം കാരണം നമുക്കറിയാം, ഇന്ന് ജനസംഖ്യ പകുതിയിലധികം സ്ത്രീകളാണ്. ഈ സ്ത്രീകൾക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം തീരുമാനിക്കുന്നത്. ഇപ്പൊ 54% സ്ത്രീകളാണ് മത്സരിച്ച് ജയിക്കുന്നത്. നമുക്ക് പണ്ട് കാലത്ത് മാറുമറയ്ക്കുള്ള അവകാശം ഉണ്ടായിരുന്നു. നമുക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാനുള്ള അനുവാദം അവകാശം ഉണ്ടായിരുന്നു. തൊഴിലെടുത്താൽ കൂലി കിട്ടാത്ത കാലത്ത് വർഗീയതയ്ക്കെതിരെ ശക്തമായ പോരാട്ടം ആവശ്യമാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയുണ്ടാകണമെന്നും നഫീസ പറഞ്ഞു. ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി P പ്രശാന്തി, മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് KM രാധിക എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മാർച്ച് 8 വൈകിട്ട് 4 മണിക്ക് ചേലക്കര ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ വനിതാ ദിനാഘോഷം വിപുലമായി നടത്താൻ തീരുമാനമായി. P പ്രശാന്തി ചെയർമാനായും നിർമ്മല കൺവീനറായും നിർമ്മല രവികുമാർ ട്രഷററായും സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.